സന്തോഷത്തോടെ ജീവിക്കുക, യാഥാർത്ഥ്യമായി തുടരുക, മനസ്സിന് ആനന്ദവും ഉന്മേഷവും തരുന്ന സ്ഥലങ്ങളിൽ പോകുക, സ്നേഹത്തിന് അതിൻ്റേതായ അർത്ഥം മാത്രം നൽകുക. എന്നാൽ ഇതൊന്നും ആരോടും പറയരുത്. കാരണം മനോഹരമായ എന്തും ഇല്ലാതാക്കാൻ മാത്രമേ ആളുകൾ ശ്രമിക്കൂ. എല്ലാവരെയും സ്നേഹിക്കണം എന്നും ആരെയും പറ്റിക്കരുത് എന്നുമുള്ള മനസ്സുള്ളത് കൊണ്ടാവണം പലർക്കും ജീവിതത്തിൽ ഒരിടത്തും എത്തിപ്പെടാൻ കഴിയാതെ പോയത്. ഒരു നിമിഷത്തെ ദേഷ്യം ഒരായുസ്സിൻ്റെ നഷ്ടം തന്നേക്കാം. പ്രതികരിക്കുന്നില്ല എന്ന് കരുതി ഒന്നും മനസ്സിലാകുന്നില്ല എന്ന് കരുതരുത്. ക്ഷമയോടും വലിയൊരു വിശ്വാസവും മൗനത്തോട് വലിയൊരു ആയുധവും എന്നിൽ ഇന്നും അവശേഷിക്കുന്നത് കൊണ്ട് മാത്രം ഞാനായി തന്നെ ഇന്നും നിലകൊള്ളുന്നു. ചിരിക്കുന്ന മുഖവും പിഴയ്ക്കാത്ത നാവും ചിന്തിക്കുന്ന മനസ്സുമുണ്ടെങ്കിൽ ജീവിതം വിജയമാണ്, എന്നും നിലനിൽക്കുന്ന വിജയം. ഈ വിജയത്തിനായുള്ള തുടക്കമാകട്ടെ നാളത്തെ പുലർക്കാലം. തോറ്റുപോയിട്ടും ഒറ്റപ്പെട്ടിട്ടും നഷ്ടപ്പെട്ടിട്ടും ചതിക്കപ്പെട്ടിട്ടും ഇപ്പോഴും ചിരിച്ച് ജീവിക്കുന്ന നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ഇൻസ്പിരേഷൻ. അപൂർവം ചില വെളിച്ചമുണ്ട് നമുക്ക് മുന്നിൽ. ചിലപ്പോൾ നാം അത്രയധികം തളർന്നിരിക്കുമ്പോൾ, ചിലപ്പോൾ എല്ലാം നഷ്ടമായി എന്ന് തോന്നുമ്പോൾ നമുക്ക് മുന്നിൽ നമുക്ക് മാത്രമായി തെളിയുന്നവ. നമുക്ക് മിണ്ടാൻ മടിയുള്ളവരുടെ മുന്നിൽ മാത്രമാണ് നമ്മൾ തിരക്കഭിനയിക്കുന്നതും നേരമില്ലെന്ന് ന്യായം പറയുന്നതും. നമ്മൾ മിണ്ടാൻ ഇഷ്ടപ്പെടുന്നവരുടെ മുന്നിൽ നമ്മൾ എത്ര തിരക്കിലായാലും അവർക്ക് വേണ്ടി എന്നും നേരം കണ്ടെത്തിയിരിക്കും. നിങ്ങളിൽ ഈ 3 കാര്യങ്ങൾ കാണാൻ കഴിയുന്ന ഒരാളെ നിങ്ങൾക്ക് വിശ്വസിക്കാം. നിങ്ങളുടെ പുഞ്ചിരിക്ക് പിന്നിലെ സങ്കടം, നിങ്ങളുടെ കോപത്തിന് പിന്നിലെ സ്നേഹം, നിങ്ങളുടെ നിശബ്ദതയ്ക്ക് പിന്നിലെ കാരണം. ജീവിത ചുറ്റുപാടുകളിൽ ശബ്ദമില്ലാത്തവരുടെ വാക്കുകളാകുമ്പോഴാണ്, കാഴ്ചയില്ലാത്തവരുടെ കണ്ണുകളാകുമ്പോഴാണ്, നടക്കാൻ കഴിയാത്തവരുടെ പാദമാകുമ്പോഴാണ്, മനസ്സ് കൈവിട്ടവരുടെ ചിന്തയാകുമ്പോഴാണ് ഓരോ നിമിഷവും ഓരോ ദിവസവും അർത്ഥപൂർണമാകുന്നത്. നിന്റെ കണ്ണുകൾ നക്ഷത്രങ്ങളിലും നിന്റെ പാദങ്ങൾ നിലത്തും സൂക്ഷിക്കുക. സ്വപ്നങ്ങളുടെ ഭംഗിയിൽ വിശ്വസിക്കുന്നവരുടേതാണ് ഭാവി. നിങ്ങളെ തോൽപ്പിക്കാനും ജയിപ്പിക്കാനും കഴിവുള്ള ഒരാൾ മാത്രമേ ഈ ലോകത്തുള്ളൂ. അറിയുക, അത് നിങ്ങൾ മാത്രമാണ്. കിട്ടുന്ന സ്നേഹം കൊണ്ട് ദരിദ്രനാണെങ്കിലും മെനഞ്ഞു കൂട്ടുന്ന സ്വപ്നങ്ങൾ കൊണ്ട് ധനികനാണ് ഓരോ മനുഷ്യനും. തിളച്ചുകൊണ്ടിരിക്കുന്ന ചൂടുള്ള ഒരു പാത്രത്തിലേക്ക് ഈച്ചകൾ പറന്നടുക്കാറില്ല എന്നു പറയുന്നതുപോലെ, തിരക്കുള്ളതും കഠിനാധ്വാനിയുമായ ഒരു മനുഷ്യനെ മടിയന്മാരായ സുഹൃത്തുക്കൾ അപൂർവമായി മാത്രമേ സന്തോഷിക്കാറുള്ളൂ. സ്നേഹം വിളമ്പിക്കൊടുക്കുക, പക്ഷേ വാരിക്കൊടുക്കരുത്. നിറഞ്ഞാൽ പിന്നെ കഴിക്കുന്നവർ മടുത്തു തുടങ്ങിയെന്നു വരും. തോൽക്കാൻ ഒരു വിഷമവുമില്ല. ജീവിതമല്ലേ, ജയവും തോൽവിയും സാധാരണം. പക്ഷേ ചിലർ നമ്മളെ മനഃപൂർവ്വം തോൽപ്പിച്ചതാണെന്നറിയുമ്പോഴാണ് നാം ശരിക്കും തോൽക്കുന്നത്. സ്നേഹബന്ധങ്ങൾ ഒരിക്കലും സ്വാഭാവികമായി നശിക്കുന്നില്ല. ഈഗോ, മനോഭാവം, അജ്ഞത എന്നിവയാൽ കൊല്ലപ്പെടുകയാണ് പതിവ്. ഒരു നിമിഷത്തിന് ഒരു ദിവസത്തെ മാറ്റാൻ കഴിയും. ഒരു ദിവസത്തിന് ഒരു ജീവിതത്തെ തന്നെ മാറ്റാൻ കഴിയും. ഒരു ജീവിതത്തിന് ലോകത്തെയും മാറ്റാൻ കഴിയും. സൂര്യനെ പോലെ തിളങ്ങാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം സൂര്യനെ പോലെ എരിയണം. അവനവനെ കീഴടക്കുന്നവർക്ക് മാത്രമേ ലോകം കീഴടക്കാനാകൂ. കടലോരത്തെ കരിങ്കല്ലുകൾ പോലെയാവണം ജീവിതം. ആക്ഷേപങ്ങളും പരിഹാസങ്ങളും തിരമാല പോലെ വന്നടിച്ചാലും പതറാതെ നേരിടണം. മുഖത്ത് മേക്കപ്പെടാത്ത സ്ത്രീകൾ പൊതുവെ ആത്മധൈര്യം കൂടുതലുള്ളവരായിരിക്കും. അവനവനോട് ചില ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾ ജീവിതകാലം മുഴുവൻ മറ്റുള്ളവരുടെ ഉപദേശം കേട്ട് ജീവിക്കേണ്ടതായി വരും. ഇല്ല എന്നു പറയാനുള്ള യഥാർത്ഥ ശക്തി നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങളുടെ ശരി എല്ലായ്പ്പോഴും ദുർബലമായിരിക്കും. കടന്നുപോയ മനോഹരമായ നിമിഷങ്ങൾ തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കരുത്. കാരണം തിരിച്ചു വരാൻ കഴിയാത്തതുകൊണ്ടാണ് ആ നിമിഷങ്ങൾ മനോഹരമായത്. വിജയത്തിന്റെ പാതയിലൂടെ സഞ്ചരിക്കാൻ ആദ്യം തന്നെ പ്രതീക്ഷയുടെ വിളക്ക് കൊളുത്തുക. വിജയത്തെയും ഏറ്റവും പ്രധാനപ്പെട്ട താക്കോൽ പ്രവർത്തനമാണ്. ചില ബന്ധങ്ങൾ അതിരുകടന്നാൽ അവസാനം ഒരുപാട് വേദനകൾ നമുക്ക് സമ്മാനിക്കും. പക്ഷേ അതിന് ഒരിക്കലും അവരെ കുറ്റപ്പെടുത്തരുത്. കാരണം
അതിനുള്ള അവസരം കൊടുത്തത് നമ്മൾ തന്നെയാണ്.